സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അന്ന് ഖലീഫയായിരുന്ന വലീദിന്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അദ്ദേഹത്തിനെ കണ്ട് ചില കാര്യങ്ങളെല്ലാം സംസാരിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അല്പ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം പങ്കെടുത്ത ഒരു യുദ്ധം കാരണത്താൽ ആ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ ഇസ്ലാമിന്റെ ഒരു ശത്രു അദ്ദേഹത്തിന്റെ ഒരു കാലിൽ കുന്തം കൊണ്ട് കുത്തുകയുണ്ടായി. ആ ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ കാലിൽ മാരകമായ ഒരു മുറിവ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ മുറിവ് പഴുക്കുകയും ആ മുറിവിൽ നിന്ന് ചലവും രക്തവും നീരും ഒഴുകാനും തുടങ്ങി. അദ്ദേഹത്തിന് വേദന സഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. ഈ ഒരു വിവരം വലീദ് ബിൻ അബ്ദുൽ മലിക്കിനെ അറിയിക്കുകയാണ്. അങ്ങനെ വലീദ് തന്റെ കൊട്ടാരത്തിലുള്ള വൈദ്യന്മാരെ ഉർവത്ത് ബിൻ സുബൈറിന്റെ കാല് പരിശോധിക്കാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഒരുപാട് മരുന്നും ട്രീറ്റ്മെന്റുകളും എല്ലാം നടത്തി. പക്ഷേ വേദനക്ക് ഒരു കുറവുമില്ല. അവസാനം വൈദ്യന്മാർ ഖലീഫയായ വലീദിനെ വിവരമറിയിച്ചു. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാല്, അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു കളയണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റാൻ ഡോക്ടർമാർ തീരുമാനിക്കുകയാണ്. കാല് മുറിച്ചു മാറ്റണമെങ്കിൽ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ മയക്കിക്കിടത്തണം. അങ്ങനെ മയക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ മയക്കേണ്ടതില്ല. ഞാൻ അല്ലാഹുവിനെ സദാ സ്മരിച്ചുകൊണ്ട് എന്റെ കാല് മുറിച്ചെടുക്കുമ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ദിക്റുകൾ കൊണ്ട്, ദുആവുകൾ കൊണ്ട്, സ്വലാത്തുകൾ കൊണ്ട് ഞാൻ അല്ലാഹുവിങ്കലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്റെ കാല് ആ ഒരു സന്ദർഭത്തിൽ മുറിക്കുകയും ചെയ്തു കൊള്ളുക എന്ന് മഹാനായ സ്വഹാബി ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു വൈദ്യന്മാരോട് പറയുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഓരോ ഭാഗങ്ങളും, തൊലികൾ മുറിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ കാലിന്റെ പരിസരത്തുള്ള മാംസലങ്ങൾ മൂർച്ചയുള്ള കത്തികൾ കൊണ്ട് നീക്കപ്പെട്ടു. ശേഷം അദ്ദേഹത്തിന്റെ എല്ലുകൾ മുറിച്ചുകൊണ്ട് ആ മുറിവുകൾ പറ്റിയ ആ കാലിന്റെ ഭാഗം മുറിച്ചു മാറ്റപ്പെടുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെടുന്നുണ്ട്. അല്പം കഴിഞ്ഞപ്പോ ബോധം തിരിച്ചു കിട്ടി അദ്ദേഹത്തിന്. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കാല് മുറിക്കപ്പെട്ട് വലിയ മാനസികമായ പ്രയാസത്തിലും വേദനയിലും അകപ്പെട്ട് നിൽക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു തന്റെ ശരീരത്തിൽ നിന്ന് മുറിക്കപ്പെട്ട ആ കാലിന്റെ ഭാഗം മുകളിലേക്ക് ഇങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് കണ്ണുകൾ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് അല്ലാഹുവിനോട്, റഹ്മാനായ എന്റെ റബ്ബേ, ഈ കാലുകൾ കൊണ്ട് എന്റെ മനസ്സറിഞ്ഞ്, ബുദ്ധി അറിഞ്ഞ് ആ ദിവസം മുതൽ ഒരു തെറ്റുകളിലേക്കും ഈ കാല് സഞ്ചരിച്ചിട്ടില്ല. അതുകൊണ്ട് റബ്ബേ, വിശ്വാസികൾക്ക് വേണ്ടി നീ അനുഗ്രഹ സമ്പൂർണമായി ഐശ്വര്യമായി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക് നീ ഒരു അവയവത്തെ പ്രവേശിപ്പിക്കണേ എന്ന് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു റബ്ബിനോട് പ്രാർത്ഥിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, അത്തരത്തിലുള്ള ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? നരകത്തിലേക്ക് എത്തിപ്പെടാൻ കാരണമാകുന്ന, അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷകൾക്ക് കാരണമായി തീരുന്ന, അള്ളാഹുവിന്റെ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾക്ക് നിമിത്തമാകുന്ന ഒരു തെറ്റുകളും എന്റെ ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് ഞാൻ നിർവഹിച്ചിട്ടില്ല. ഒരു പാപങ്ങളും ചെയ്തിട്ടില്ല. പാപരഹിതമായ ജീവിതമാണ് ഈ ദുന്യവിയായ ജീവിതത്തിൽ എന്റെ മുമ്പിൽ കടന്നു പോകുന്നത് എന്ന് ഒന്ന് വിശകലനം നടത്താൻ, വിലയിരുത്താൻ, പ്രിയപ്പെട്ട വിശ്വാസികളെ, പരിശുദ്ധ റമളാനിന്റെ പുണ്യാർദ്രമായ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുന്ന വിശ്വാസികൾ എന്ന നിലക്ക് ഞാൻ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നിന്നും എനിക്കും നിങ്ങൾക്കും പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
വിശ്വാസി സമൂഹത്തിനോട് രണ്ട് കാര്യങ്ങളിലേക്ക് ധൃതി കാണിക്കണമെന്ന് പഠിപ്പിച്ചത്. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക്, ഇസ്തിഗ്ഫാറിലേക്ക് ധൃതിപ്പെട്ട് മുന്നേറുക. ആകാശഭൂമികളോളം വിശാലമായി വിശ്വാസികൾക്ക് വേണ്ടി, ഇഖ്ലാസുള്ള മുത്തഖീങ്ങളായ ആളുകൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു ജന്നാത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ വേണ്ടി മുന്നേറുക, മുൻകടക്കുക, ധൃതി കാണിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് സങ്കടത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വലാ തുഖ്സിനി യൗമ യുബഅതൂൻ. അല്ലാഹുവേ, മനുഷ്യരെ മുഴുവനും ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശറയിലേക്ക്, ഖിയാമത്ത് നാളിലേക്ക് എന്നെ കൊണ്ടുവരപ്പെടുന്ന ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിൽ നീ എന്നെ അപമാനിക്കരുത് റബ്ബേ, നീ എന്നെ വഷളാക്കരുതേ റബ്ബേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചില്ല പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയാ, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ആ മഹ്ശറയിലേക്ക് ആരാണോ നിഷ്കളങ്കമായ പരിശുദ്ധി കൈവരിച്ച മനസ്സുമായി, ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത്, അവർക്ക് ആ പരലോകത്ത് രക്ഷയുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ റമളാനിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുന്ന വിശ്വാസികളായ നമ്മുടെ ഹൃദയം പരിശുദ്ധി കൈവരിക്കപ്പെട്ടിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്റെ റബ്ബേ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും വൽഹിഖ്നി ബിസ്സാലിഹീൻ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണേ. യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചില്ലേ നല്ലൊരു മരണമുണ്ടാകാൻ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ? അത്തരത്തിലുള്ളൊരു ജീവിതം എനിക്കും നിങ്ങൾക്കും ലഭിക്കണമെങ്കിൽ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ, അബദ്ധങ്ങൾ, അപാകതകൾ ജീവിതത്തിൽ നിന്നും മായ്ച്ചു കളയാൻ, അതിൽ നിന്ന് മോചനം നേടാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അത്തരത്തിൽ ചിന്തിക്കുന്ന വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ചോദ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അഫലാ യതൂബൂന ഇലല്ലാഹ് വയസ്തഗ്ഫിറൂന വല്ലാഹു ഗഫൂറുർ റഹീം. തെറ്റുകൾ ചെയ്തു പോയ മനുഷ്യരുണ്ടല്ലോ, അവർ അല്ലാഹുവിങ്കലേക്ക് തൗബ ചെയ്യുകയും അല്ലാഹുവിങ്കലേക്ക് ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുന്നില്ലേ? കാരണം എന്താ? വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു അങ്ങേറ്റം പൊറുക്കുന്നവനും മാപ്പാക്കുന്നവനും കരുണാനിധിയുമാണ്. അതുകൊണ്ടാ പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിന് ഇപ്രകാരം പഠിപ്പിച്ചു കൊടുക്കുന്നത്, കുല്ലു ഇബ്നു ആദമ ഖത്താഉൻ. ആദം സന്തതികൾ അവരുടെ ജീവിതത്തിൽ, അവരുടെ കർമ്മങ്ങളിൽ, അവരുടെ സംസാരങ്ങളിൽ, അവരുടെ നോട്ടങ്ങളിൽ, അവരുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ചെറുതും വലുതുമായ അബദ്ധങ്ങളും തെറ്റുകളും പാപങ്ങളും ചെയ്യുന്നവരാണ്. എന്നാൽ ആ പാപങ്ങൾ ചെയ്യുന്ന ആദമിന്റെ സന്താനങ്ങളുടെ കൂട്ടത്തിൽ വഖൈറു ഖത്താഈന തവ്വാബൂൻ. വിറക്കുന്ന കൈകളോടെ, പിടക്കുന്ന ഹൃദയത്തോടെ, കരയുന്ന കണ്ണുകളോടെ അല്ലാഹുവിങ്കലേക്ക് നിഷ്കളങ്കമായി ആരാണോ തൗബ ചെയ്ത് മടങ്ങുന്നവർ, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ പാപങ്ങളെ തൊട്ട് രക്ഷ തേടുന്നവരാരാണോ അവരാണ് ഏറ്റവും ഉന്നതരായ ഖൈറായ മനുഷ്യരെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാ. ഈ പരിശുദ്ധ റമളാനിൽ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ, നമ്മുടെ അമലുകൾ കാരണമായി, നാം നിർവഹിക്കുന്ന ദിക്ർ, ദുആ, സ്വലാത്തുകൾ കാരണമായി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ, അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ അബദ്ധങ്ങൾ, പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ടോ? അതുകൊണ്ടാ മഹാനായ ഇമാം ഇബ്നുൽ ജൗസി റഹ്മഹുല്ല പറയുന്നത്, അൽ മആസി സിൽസിലത്തു ഫീ ഉനഖിൽ ആസി ലാ യഫ്ഖുഹു മിൻഹാ ഇല്ലൽ ഇസ്തിഗ്ഫാർ വത്തൗബ.
തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ കഴുത്തിലെ ചെങ്ങലയാണ് പാപങ്ങൾ എന്ന് പറയുന്നത്. ആ പാപങ്ങളാകുന്ന ചെങ്ങലകളെ ജീവിതത്തിൽ നിന്നും അടിച്ചു വെക്കണമെങ്കിൽ, അതിൽ നിന്നും മോചനം ലഭിക്കണമെങ്കിൽ അത് നിഷ്കളങ്കമായ തൗബ കൊണ്ടും ആത്മാർത്ഥമായ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുള്ളയുടെ അടുക്കൽ 4 രൂപത്തിലുള്ള ആളുകൾ വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ആള് വന്നുകൊണ്ട് അദ്ദേഹത്തിനോട് കംപ്ലൈന്റ് പറയാ, പരിഭവവും പരാതിയും ബോധിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ആളുടെ പരാതി എന്താ? അല്ലയോ ഷേഖ്, ഞങ്ങളുടെ നാട്ടിൽ വരൾച്ച ബാധിച്ചിട്ടുണ്ട്, എല്ലാം കൊണ്ടും വല്ലാത്തൊരു പ്രയാസത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്, എന്താണ് ഇതിനുള്ള പരിഹാരമെന്ന് ഹസനുൽ ബസ്രി റഹിമഹുള്ളയോട് ചോദിക്കുകയാണ് ആ മനുഷ്യൻ. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുള്ള അദ്ദേഹത്തോട് പറഞ്ഞത്, അല്ലയോ മനുഷ്യ, നീ നിന്റെ റബ്ബിങ്കലേക്ക് പിടക്കുന്ന ഹൃദയത്തോടുകൂടി ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക, എങ്കിൽ ആ വരൾച്ച മാറിക്കിട്ടും. രണ്ടാമത്തെ മനുഷ്യൻ പരാതിയുമായി അദ്ദേഹത്തെ സമീപിച്ചു. ആ മനുഷ്യന്റെ പരാതി എന്താ? അല്ലയോ ഷേഖ്, ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ കടുത്ത ദാരിദ്ര്യത്തിലൂടെയാണ്, ഫക്കീറിലൂടെയാണ് കടന്നു പോകുന്നത്, ഭക്ഷണം കഴിക്കാനൊന്നും ലഭിക്കുന്നില്ല, വല്ലാത്തൊരു പ്രയാസം അനുഭവിക്കുകയാണ്, അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുമോ? മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുള്ള അദ്ദേഹത്തിന് നൽകിയ മറുപടി, ഇസ്തിഗ്ഫാറുകൾ ധാരാളമായി വർദ്ധിപ്പിക്കണമെന്ന. മൂന്നാമത്തെ മനുഷ്യൻ പരാതിയുമായി വന്നു. അയാളുടെ പരാതി എന്താ? കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായി, ഞങ്ങൾക്ക് സന്താന സൗഭാഗ്യം ലഭിച്ചിട്ടില്ല, എന്താണ് പരിഹാര മാർഗം? അദ്ദേഹം നൽകിയ മറുപടി, അല്ലാഹുവിങ്കലേക്ക് ധാരാളമായി ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക എന്ന. നാലാമത്തെ മനുഷ്യൻ അദ്ദേഹത്തെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ പരാതി എന്താ? ഞാൻ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട്, ഏക്കറ കണക്കിന് ഞാൻ ചെയ്ത കൃഷി മുഴുവനും നശിച്ചുപോയി, വെള്ളം ലഭിക്കുന്നില്ല, പ്രയാസകരമായ ജീവിതത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്, അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാമോ? മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുള്ള പറയുന്നത്, അല്ലാഹുവിങ്കലേക്ക് നിഷ്കളങ്കമായി ഇസ്തിഗ്ഫാറുകൾ നടത്തണമെന്ന. പരാതി 4 ഉത്തരം ഒന്നേ ഉള്ളൂ. എന്താ? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല 72-ാം അധ്യായം സൂറത്തു നൂഹിൽ ഇപ്രകാരം പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ 4 പ്രയാസങ്ങൾക്കുമുള്ള മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു കൊടുക്കുകയാ, അല്ലയോ ജനങ്ങളെ, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും, തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണേ, ഇന്നഹു കാന ഗഫാറാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേറ്റം പൊറുക്കുന്നവനാണ്, ഇസ്തിഗ്ഫാർ സ്വീകരിക്കുന്നവനാണ്. വരൾച്ച ബാധിച്ചിട്ടുണ്ടോ? മഴ കിട്ടാത്ത പ്രയാസമുണ്ടോ? കുടിക്കാൻ വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നുണ്ടോ? എങ്കിൽ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തോ. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, ആകാശത്തിന്റെ ഉടമസ്ഥൻ, ആകാശത്തിന്റെ തമ്പുരാൻ, മഴ വർഷിപ്പിക്കാൻ കഴിവുള്ള റബ്ബ് നിങ്ങളിലേക്ക് ധാരാളമായി മഴ നൽകുന്നതാണ്. കോടികൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുത്തോ നിങ്ങൾക്ക് മഴ കിട്ടും എന്നല്ല. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനോട് ചെയ്തു പോയ തെറ്റുകൾ, പാപങ്ങൾ, അബദ്ധങ്ങൾ, അത് അള്ളാഹുവിനോട് ഏറ്റുപറ, ഇസ്തിഗ്ഫാർ ചെയ്യേ, തൗബ ചെയ്ത് മടങ്ങ്, എങ്കിൽ ആകാശത്തിന് മഴ കിട്ടും. മാത്രമല്ല, സന്താന സൗഭാഗ്യമില്ലേ, സമ്പത്തില്ലായ്മ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ, ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടോ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, എങ്കിൽ അല്ലാഹു പറയാ, വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, നിങ്ങൾ ചെയ്ത തെറ്റുകൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്താൽ, തൗബ ചെയ്തു മടങ്ങിയാൽ, സമ്പത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും അല്ലാഹു നിങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യുന്നതാണ്. മാത്രല്ല, വിശാലമായ തോട്ടമുണ്ട്, വെള്ളമില്ലാത്തത് കൊണ്ട് അതിൽ കൃഷി ചെയ്യാൻ കഴിയുന്നില്ല എന്ന പരാതിയുണ്ടോ? എങ്കിൽ അല്ലാഹുവിനോട് ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്തോ. അങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്താൽ വയജഅൽ ലക്കും ജന്നാത്ത്, അല്ലാഹു നിങ്ങൾക്ക് സമൃദ്ധമായ വിശാലമായ തോട്ടങ്ങൾ ഉണ്ടാക്കി തരും. തോട്ടങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, അതിൽ വിത്തിറക്കിയിട്ട് കാര്യമില്ല, കൃഷി ചെയ്തത് കൊണ്ട് കാര്യമില്ല. ആ കൃഷിയിൽ ഫലമുണ്ടാകണോ?
വെള്ളം വേണം എങ്കിൽ അല്ലാഹു പറയാ വയജ്അൽ ലക്കും അൻഹാറാ, ആ തോട്ടങ്ങൾക്കിടയിലൂടെ സമൃദ്ധമായ കളകളാ ശബ്ദത്തോടുകൂടിയുള്ള വെള്ളത്തിന്റെ അരുവികൾ അല്ലാഹു നിങ്ങൾക്ക് ഒഴുക്കി തരികയും ചെയ്യും. എന്തിന്റെ പേരിൽ? ഇസ്തിഗ്ഫാർ ചെയ്തതിന്റെ പേരിൽ. നമ്മൾ ചെയ്ത തെറ്റ് റഹ്മാനായ റബ്ബിനോട് പറയാ, അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും എന്റെ സംസാരത്തിൽ, എന്റെ നോട്ടത്തിൽ, എന്റെ നടത്തത്തിൽ, എന്റെ പിടുത്തത്തിൽ, എന്റെ ചിന്തകളിൽ, എന്റെ കർമ്മങ്ങളിൽ എല്ലാം അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് റബ്ബേ, അതുകൊണ്ട് നീ എനിക്ക് പുറത്തുകൊണ്ടാ. എത്ര വലിയ പാപമാണെങ്കിലും റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു തരാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്, ഫഇന്നല്ലാഹ യഗ്ഫിറുൽ അബ്ദി അയ്യ ദംബിൻ താബ മിൻഹു, തീർച്ചയായും അല്ലാഹു ഒരു അടിമക്ക് ഏത് രൂപത്തിലുള്ള പാപമാണെങ്കിലും ശരി, അവൻ അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാതിരിക്കുകയില്ല. ഫമൻ താബ മിനൽ ശിർക്കി ഗഫറല്ലാഹു ലഹു. ഇനി ആരെങ്കിലും ഷിർക്ക് ചെയ്ത മനുഷ്യൻ അവൻ അല്ലാഹുവിനോട് തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗബയും സ്വീകരിക്കും. വമൻ താബ മിനൽ കബായിരി, ഇനി ആരെങ്കിലും സബഉൽ മുബികാത്തിൽപ്പെട്ട 7 വൻപാപങ്ങൾ ചെയ്തു പോയാലും ഗഫറല്ലാഹു ലഹു, അവൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ, തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇസ്തിഗ്ഫാറും തൗബയും സമ്പൂർണമായും സ്വീകരിക്കുകയും അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്, മൻ റആ അന്നഹു ലാ യൻശരിഹു സദ്റഹു വലാ യഹ്സിലു ലഹു ഹലാവത്തുൽ ഈമാൻ വനൂറുൽ ഹിദായ ഫൽയുകസ്സിറ തൗബത വൽ ഇസ്തിഗ്ഫാർ. നിങ്ങളുടെ ഹൃദയത്തിന് വിശാലതയില്ല എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഈമാനിന് മാധുര്യം പോരാ എന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഞാൻ സന്മാർഗത്തിന്റെ ഹിദായത്തിന്റെ റൂട്ടിൽ നിന്നും അതിന്റെ പ്രകാശത്തിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ഫൽയുകസ്സിറ തൗബത വൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ധാരാളമായി തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കുക. എങ്കിൽ ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ മഅഫിറത്ത്, അള്ളാഹുവിന്റെ പാപമോചനം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവന് കരസ്ഥമാക്കാൻ സാധിക്കുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മഹാനായ ഷേഖ് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയാൻ, അക്തിറു മിനൽ ഇസ്തിഗ്ഫാരി, തീർച്ചയായും നിങ്ങൾ ഇസ്തിഗ്ഫാർ ധാരാളമായി വർദ്ധിപ്പിക്കുക. ഫീ ബുയൂതികും വഅലാ മവാഇദികും വഫീ തുറുഖികും വഫീ അസ്വാഖികും വഫീ മജാലിസികും വഅൈനമാ കുൻതും ഫഇന്നഹും മാ തദ്റൂന മതാ തൻസിലുൽ മഅഫിറ. നിങ്ങൾ നിങ്ങളുടെ വീടുകളിലാണെങ്കിലും, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലാണെങ്കിലും, വഴിയിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിലും, മാർക്കറ്റിലൂടെ നടക്കുകയാണെങ്കിലും, ഇനി ഏതെങ്കിലും മജ്‌ലിസുകളിൽ ഇരിക്കുകയാണെങ്കിലും, നിങ്ങൾ ജീവിതത്തിന്റെ ഏത് മേഖലകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾ ഇസ്തിഗ്ഫാറുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. കാരണം അല്ലാഹുവിന്റെ മഅഫിറത്ത് എവിടെയാണ്, എപ്പോഴാണ് നിങ്ങളിലേക്ക് ഇറക്കപ്പെടുക എന്ന് നിങ്ങൾക്കറിയുകയില്ല എന്ന് ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ആ റഹ്മാനായ റഹീമായ റബ്ബിലേക്ക് മഅഫിറത്ത് ഇറക്കാൻ സാധിക്കുന്ന ആ റബ്ബിലേക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. എന്നിട്ട് തൗബ ചെയ്ത് മടങ്ങാം, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക. ഏത് പാപമാണെങ്കിലും റബ്ബ് പുറത്തു തരാൻ തയ്യാറാണ്. എന്തു വേണം? നിഷ്കളങ്കതയോടുകൂടി റബ്ബിലേക്ക് നാം ചെയ്ത പാപങ്ങൾ ഏറ്റുപറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായാൽ അള്ളാഹു പുറത്തു തരാൻ തയ്യാറാണ്. ആ രൂപത്തിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കറകളഞ്ഞ മനസ്സോടുകൂടി, നിഷ്കളങ്കമായ മനസ്സോടുകൂടി, ശരീരത്തിലുള്ള, നമ്മുടെ ജീവിതത്തിലുള്ള, കർമ്മങ്ങളിലുള്ള, സംസാരങ്ങളിലുള്ള, നോട്ടങ്ങളിലുള്ള എല്ലാവിധ ചെറുതും വലുതുമായ പാപങ്ങളെയും തെറ്റുകുറ്റങ്ങളെയും അബദ്ധങ്ങളെയും പൂർണ്ണമായും ഈ പരിശുദ്ധ റമളാനിന്റെ ഫള് കൊണ്ട് പൊറുക്കപ്പെട്ടവരായി അള്ളാഹുവിനെ സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഹുവൽ ഗഫൂറുൽ വദൂദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അങ്ങേറ്റം പൊറുത്തു കൊടുക്കുന്നവനും ആ മനുഷ്യനോട് അങ്ങേറ്റം മഹബ്ബത്തുള്ളവനാണ്, വദൂദാണ്, സ്നേഹമുള്ളവനാണ്. ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്
മഹാനായ ഇമാം സഅദി റഹ്മഹുല്ലാ തന്റെ തഫ്സീറു സഅദിയിൽ ഇപ്രകാരം പറയുകയാണ്, അല്ലദീ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. വയഗ്ഫു അനിസ്സയ്യിആതി ലിമൻ ഇസ്തഗ്ഫറു വഅനാബ്, തീർച്ചയായും അവന്റെ പാപമോചനം കൊണ്ട് അവന്റെ തൗബകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് അങ്ങേറ്റം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യുമെന്ന് വളരെ കൃത്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തെങ്കിലും അബദ്ധങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ, എങ്കിൽ അള്ളാഹുവിനോട് ഏറ്റു പറയാം. പ്രിയപ്പെട്ടവരെ, ഫർള് നിസ്കാര ശേഷം നമ്മളൊക്കെ 3 തവണ അസ്തഗ്ഫിറുല്ലാ 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 എന്ന് പറയലില്ലേ? അങ്ങനെ ജീവിതത്തിന്റെ എത്ര മേഖലകളിൽ അസ്തഗ്ഫിറുല്ലാ നമ്മൾ ചൊല്ലാറുണ്ട് പ്രിയപ്പെട്ടവരെ. എങ്കിൽ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ, മഹാനായ ഇമാം ഇബ്നു ഉസൈമിൻ റഹ്മഹുല്ലാ പറയുകയാണ്, അൻത ഇൻദമാ തഖൂൽ അസ്തഗ്ഫിറുല്ലാ തസ്അലുല്ലാഹു ശൈഅൈനി ഹുമ്മൽ അവ്വൽ. അസ്തഗ്ഫിറുല്ലാ എന്ന് നീ പറയുമ്പോൾ 2 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നീ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് നിന്റെ പാപങ്ങൾ പൊറുക്കാനാണ്. മനുഷ്യർ അറിഞ്ഞാൽ നിന്റെ അഭിമാനം നഷ്ടപ്പെടും. ആ പാപത്തെ, ആ തെറ്റിനെ കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കും. പിന്നെ നാട്ടിൽ നിനക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യും? നീ ചെയ്ത തെറ്റിനും മനുഷ്യർക്കിടയിലും അള്ളാഹു ഒരു മറയിടും. എന്നിട്ട് ആ പാപത്തെ അള്ളാഹു പുറത്തു തരും. നിന്റെ ആ തെറ്റ് മനുഷ്യരുടെ ചെവികളിലേക്ക് എത്തിക്കാതെ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. എന്നിട്ട് അദ്ദേഹം രണ്ടാമതായി പഠിപ്പിക്കുന്നത്, നീ ചെയ്ത പാപങ്ങൾ കാരണമായി അള്ളാഹു നിന്നെ ശിക്ഷിക്കാതെ നിന്റെ ഇസ്തിഗ്ഫാർ കൊണ്ട്, നിന്റെ തൗബ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നോട് വിട്ടുവീഴ്ച ചെയ്യുമെന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, 2 ഗുണാണ് അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞ. ഒന്ന്, നമ്മുടെ തെറ്റ് ജനങ്ങൾ അറിയാതെ അള്ളാഹു നമുക്ക് പുറത്തു തരിക. 2, ആ ചെയ്ത പാപത്തിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യുമെന്ന് ഇസ്ലാം എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, തെറ്റുകൾ ചെയ്തു പോയി എന്നതിന്റെ പേരിൽ ഒരിക്കലും നമ്മൾ സങ്കടപ്പെടരുത്. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. അല്ലയോ വിശ്വാസികളെ, ജീവിതത്തിൽ അബദ്ധം സംഭവിച്ച, പാപങ്ങൾ ചെയ്തു പോയ ആളുകളെ അല്ലാഹു വിളിക്കുന്നത്, എന്റെ അടിമകളെ, നിങ്ങൾ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ? എന്നാൽ ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പാപങ്ങളെയും ആ റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പ്രിയപ്പെട്ട വിശ്വാസികളുടെ സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്തിഗ്ഫാർ കൊണ്ട്, തൗബ കൊണ്ട് മുന്നോട്ട് പോകാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കണം. അതിൽ ഏറ്റവും നല്ല ഉദാത്തമായ ഒരു സമയത്തിലൂടെയാണ് ഞാൻ നിങ്ങളും കടന്നു പോകുന്നത്. അവസാനത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ 10ൽ ഒരുപാട് ഫളലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ എന്നാണ് അതിനെ പരിചയപ്പെടുത്തിയത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഹ്ലുൽ ഉലമാക്കൾ പറഞ്ഞത്, നിർണയത്തിന്റെ രാത്രി, അല്ലെങ്കിൽ ആദരവിന്റെ രാത്രി, അല്ലെങ്കിൽ ബഹുമാനത്തിന്റെ രാത്രി, അല്ലെങ്കിൽ മേന്മയുള്ള രാത്രി എന്നൊക്കെയാണ് ലൈലത്തുൽ ഖദർ എന്ന ആ ഒരു വാക്കിന്റെ അർത്ഥമായി കൊണ്ട് പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, തീർച്ചയായും ഈ പരിശുദ്ധ ഖുർആനിനെ നാം നിർണയത്തിന്റെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, തീർച്ചയായും ഈ പരിശുദ്ധ ഖുർആനിനെ മുബാറക്കാക്കപ്പെട്ട, അനുഗ്രഹീതമായ രാത്രിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ആ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആനിനെ ലൗഹൽ മഹ്ഫൂദിൽ നിന്നും ദുനിയാവിനോട് ചേർന്ന് നിൽക്കുന്ന 1ാം ആകാശത്തേക്ക് അല്ലാഹു ഇറക്കി എന്നാണ് പറയുന്നത്. എന്നിട്ട് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് 23 വർഷങ്ങൾ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറക്കി കൊടുത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല ആ ഒരു രാത്രിയുടെ പ്രത്യേകതയായി അല്ലാഹു പറഞ്ഞത്, തനസ്സലുൽ മലായികത്ത് വറൂഹു
ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ആ ഒരു രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകളും റൂഹും, റൂഹ് എന്ന് ഉദ്ദേശിക്കുന്നത് മഹാനായ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ എല്ലാവിധ കാര്യങ്ങളുമായി, ഉത്തരവുകളുമായി, കൽപ്പനകളുമായി ആ ഒരു രാത്രി മനുഷ്യരിലേക്ക് ഇറങ്ങി വരുന്ന സന്ദർഭമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഒരു വർഷത്തെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന അവന്റെ ജീവിതം, അവന്റെ മഈശത്ത്, അവന്റെ റിസ്ക്, അവന്റെ മരണം, അവന്റെ കാര്യങ്ങൾ എല്ലാത്തിനെയും രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളുമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാത്രിയെ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ട വിശ്വാസികളുടെ സഹോദരങ്ങളെ എന്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ആ ലൈലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അൽഫു ഷഹർ എന്നാണ്. 1000 മാസത്തേക്കാളും ഫളിലുള്ള ഒരു രാത്രിയാണ് ആ രാത്രി, ഒരു രാവാണ് അല്ലെ. ഒരു മനുഷ്യൻ ഏകദേശം 83 വർഷവും 3 മാസവും ജീവിതത്തിൽ നിരന്തരമായി ഊണില്ല, ഉറക്കമില്ല, മയക്കമില്ല, യാത്രകളില്ല, ഒരു സ്ഥലത്ത് ഒഴിഞ്ഞിരുന്നു കൊണ്ട് അമലുകൾ പ്രവർത്തിക്കാൻ സാധിക്കുമോ? ഇല്ല. എങ്കിൽ 83 വർഷത്തോളം നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിന്റെ, സുജൂദ് ചെയ്തതിന്റെ, ദിക്റുകൾ ചൊല്ലിയതിന്റെ, സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചതിന്റെ, ഇസ്തിഗ്ഫാറുകളും തൗബകളും നടത്തിയതിന്റെ, നിസ്കരിച്ചതിന്റെ, സ്വതക്കാത്തുകൾ നൽകിയതിന്റെ, അങ്ങനെ എല്ലാത്തിന്റെയും പ്രതിഫലം ഒരൊറ്റ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് നൽകുമെന്ന് അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഒരു രാത്രിയെ നമ്മൾ ഓരോരുത്തർ പ്രതീക്ഷിക്കുക. എപ്പോഴാണ് പ്രതീക്ഷിക്കേണ്ടത്? അവസാനത്തെ 10 പല ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. ഒറ്റ രാവുകളിലാണെന്ന് പറയുന്ന ആളുകളുണ്ട്. ചില അഹ്ലുൽ ഉലമാക്കൾ അവസാനത്തെ 10 എല്ലാ രാത്രിയിലും അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കണമെന്ന് കൂടി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു രാത്രി കടന്നു വരുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, റസൂലേ, ആ രാത്രി മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് നീ പ്രാർത്ഥിച്ചു കൊള്ളുക എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ആ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും മഗ്രിബ് ബാങ്കോടുകൂടിയാണ് നിയ്യത്ത് വെച്ചുകൊണ്ട് ഇഅ്തികാഫിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഇല്ലാതെ ഒരുപക്ഷെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ബിസിനസ്സുകളും കാര്യങ്ങളെല്ലാം ഈ മൊബൈലിലൂടെയാണ് കടന്നു പോകുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴികെ ബാക്കി നിസ്സാരമായ വിഷയങ്ങൾക്ക് വേണ്ടി ആ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട്, മൊബൈൽ സമയം കളഞ്ഞുകൊണ്ട് ഈ പവിത്രമായ ദിനങ്ങളെ നാം ഒരിക്കലും വിശ്വാസികൾ എന്ന നിലക്ക് നഷ്ടപ്പെടുത്തി കളയരുത്. ആ രൂപത്തിൽ പൂർണ്ണമായും അള്ളാഹുവിങ്കിലേക്ക് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, ഈത്തിക്കാഫുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഭജനമിരിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ കരുണാമയനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, നാടൊരു കൂട്ടർ നരകത്തിലേക്ക്, മറ്റൊരു കൂട്ടർ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ ഞങ്ങൾ ഏവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ സ്നേഹനിധികളായ, വാത്സല്യനിധികളായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, പ്രബോധകന്മാരായ ആളുകൾ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം പരത്തണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട്, വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് നീ ശിഫയും ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ. ഹലാലായ സമ്പത്തിൽ നിന്നും അവരുടെ കടങ്ങൾ വിട്ടാനുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഗസയിലുള്ള ആളുകൾ പ്രയാസം അനുഭവിക്കുകയാണ്, വേദന അനുഭവിക്കുകയാണ്. അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ. പിടിച്ചു നിൽക്കാനുള്ള താക്കത്ത് നൽകണേ റബ്ബേ. ഈമാൻ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, നീ വാഗ്ദാനം ചെയ്ത സഹായവും വിജയവും അവർക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا أرحم الراحمين.